പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ആ ക്ലാസ് അത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇന്നത്തെ ദിവസം മുതൽ നമ്മളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യം വരും എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം അത് അങ്ങനെ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെടുക്കുന്ന ടോപ്പിക് വരെ നമ്മളെ പരീക്ഷയ്ക്ക് വരുമെന്ന് ഓർത്ത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ പഠനം. ചെറിയ പോയിന്റ് പോലും നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. പറഞ്ഞതുപോലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയവും എപ്പോഴും ചോദിക്കാം. നിങ്ങളെ മെൻറ്റേഴ്സ് തന്നെ എപ്പോഴും ഉണ്ട്. അതിൻ്റെ പുറമെ നമ്മളോടും എന്നോടും മറ്റുള്ള ആളുകളോടൊക്കെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് ഒരു ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ആരംഭിക്കാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് പറഞ്ഞു തരണേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عَمَّ يَتَسَاءَلُونَ عَنِ النَّبَإِ الْعَظِيمِ. പാരായണം കേൾക്കുന്നില്ലല്ലേ? ഓക്കെ. ഞാൻ പിന്നെ അത് വിട്ടാളാം. എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്ന് അറിയില്ല. ഓക്കെ. അപ്പോൾ സ്വാഗതം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇനി ഏറ്റെടുത്തോളൂ. ബാക്കിയുള്ള കർമ്മങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സ്നേഹ ബഹുമാനമുള്ള TTQ ബാച്ചിലേക്ക് പുതുതായി ചേർന്ന് വന്നിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരിക്കുവാനും വിശുദ്ധ ഖുർആനിൻ്റെ പഠന കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനും ഇടപഴകുവാനും ഒക്കെ സാധിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തുകയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ സമയത്ത് എത്താൻ പറ്റാതെ പോയി. അതുകൊണ്ട് തന്നെ അതായത് സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇപ്പോൾ വഴിയിൽ അടച്ചിട്ടില്ലാത്ത ഒരു പള്ളി കണ്ടപ്പോൾ ആ പള്ളിയിൽ കയറിയിരുന്നതാണ്. അള്ളാഹുവിൻ്റെ കലാം സംസാരിക്കാൻ ഏറ്റവും നല്ലത്, അതിൻ്റെ ഒരു ഉദ്ഘാടന സെഷൻ ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നതിനാലായിരിക്കും തീർത്തും യാദൃശ്ചികമായി ഈ ഉള്ളവൻ ഒരു പള്ളിയിൽ ഇരിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ഒരു സംരംഭത്തിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിച്ചതായി അറിയിക്കുകയാണ്. ഏതാണ്ട് 10 മാസത്തോളം, അതല്ലെങ്കിൽ 40ഓളം ക്ലാസ്സുകൾ, അതുമല്ലെങ്കിൽ ആഴ്ചയിൽ 1.5 മണിക്കൂർ സമയം മാത്രം ലഭിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനം ക്ലാസ്സാണ് TTQ ഓൺലൈൻ. TTQ ഓൺലൈൻ ക്ലാസ്
അതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇന്നത്തെ നമ്മുടെ ഇരുത്തം അവസാനിപ്പിക്കാം. 9:45 നമ്മൾക്ക് പിരിഞ്ഞു പോകണം. ഞാൻ അതിനു മുമ്പ് ഒരു 10-15 മിനിറ്റ് എനിക്ക് സംസാരിക്കേണ്ടതായി ഉള്ളൂ. എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് നേരത്തെ യാസർ ഉസ്താദ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ ഇരുന്ന് കേൾക്കുകയായിരുന്നു. നൗഷാദ് എന്നാണ്, നൗഷാദ് VK എന്നാണ് പേരിനോട് ചേർത്ത്. പലരും കാക്കവയൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കാക്കവയൽ എന്ന് എഴുതപ്പെട്ടു പോന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നാട്ടിൽ ഞാൻ കുറച്ചു കാലം താമസിച്ചിരുന്നു. അതാണ് കാക്കവയൽ എന്ന പേര് ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ജനിച്ചതും ഇപ്പോൾ താമസിക്കുന്നതും കോഴിക്കോട് ജില്ലയിലെ പൂനൂര് എന്ന സ്ഥലത്താണ്. പൂനൂർ. പക്ഷേ കുറച്ചു കൂടുതൽ കാലം കാക്കവയലിൽ താമസമായിരുന്നു. പാപ്പ അവിടെ വീടൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും അവിടെ ആയിരുന്നു. അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നിങ്ങളിപ്പോ 10-35 ആളുകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ 40-ലധികം ആളുകൾ ഇവിടെ ഇരിക്കുകയാണ്. അൽ ഖുർആനുൽ കരീം, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ പാരായണ പഠനം. അപ്പോൾ അതിലടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് വിശുദ്ധ ഖുർആൻ എന്നത് തന്നെയാണ്. അത് ആഴത്തിൽ ചിന്തിക്കേണ്ടതൊന്നുമില്ല, നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഖുർആനുണ്ട്. നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. നമ്മൾ ഖുർആൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഖുർആൻ വായിച്ചിട്ടുമുണ്ട്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അല്പം കൂടെ ഖുർആനിനെ ഇഷ്ടപ്പെടുകയും അതിനോട് അടുത്തു നിൽക്കുകയും ചെയ്യുന്നു എന്നതിനാലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. അഥവാ അതിൻ്റെ പാരായണ പഠനം കൂടെ ഒന്ന് വ്യവസ്ഥാപിതമായി അല്പമെങ്കിലും പഠിക്കണം എന്നത്. അല്പം മാത്രമേ TTQ സംരംഭത്തിലൂടെ കിട്ടുള്ളൂ. ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് ഖുർആനിനെ വായിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് TTQ. TTQനെ കുറിച്ച് പറയാം. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം. സ്ക്രീനിൽ അറബി കണ്ടിട്ട് നേരത്തെ യാസിർ ഉസ്താദ് ഇന്നു മുതലുള്ളത് പരീക്ഷയ്ക്ക് വരുമെന്ന് കണ്ടിട്ട് ഈ സെന്റൻസ് ഒന്നാകെ തന്നിട്ട് പൂരിപ്പിക്കാൻ തന്നാൽ ഇത് മുഴുവൻ കാണാതെ പഠിക്കണോ എന്നൊന്നും ഭയപ്പെടണ്ട കേട്ടോ. അൽ ഖുർആനു ഹുവ കലാമുല്ലാഹ്. അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ എന്നെങ്കിലും ഓർത്തു വെച്ചാൽ മതി. ഓർത്തു വെക്കാനല്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതെന്നും ഓർമ്മയിൽ വേണം. അള്ളാഹുവിൻ്റെ കലാം അഥവാ അള്ളാഹുവിൻ്റെ സംസാരം. അള്ളാഹുവിൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ അള്ളാഹുവിന് ശബ്ദമുണ്ടെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ സംസാരം നേരിട്ട് കേട്ട പ്രവാചകനാണ് കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാം. നമ്മൾ പോലും, മറ്റു പ്രവാചകന്മാർ പോലും അള്ളാഹുവിനെ നേരിട്ട് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരത്തെ, ശബ്ദത്തെ, അല്ലെങ്കിൽ അള്ളാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല. അത്രേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ അള്ളാഹുവിൻ്റെ ഈ കലാമിന് ശബ്ദം നൽകാൻ ഭാഗ്യം നൽകപ്പെട്ടവരാണ് നമ്മളൊക്കെ. മനുഷ്യർ ആർക്കും അതിന് ശബ്ദം നൽകാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമിനാണ് ഞാൻ ശബ്ദം നൽകുന്നത്, ഞാൻ പാരായണം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് തന്നെ ആദ്യത്തത്. അള്ളാഹിൻ്റെ കലാമാണ് ഞാൻ വായിക്കുന്നത്, ഞാൻ ഓതുന്നത്, ഞാൻ ഇടപെടുന്നത്. രണ്ട് ചട്ടങ്ങൾക്കിടയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് വെച്ച് പോലും വെല്ലുവിളി നടത്തിയിട്ടുണ്ട്, ഇതുപോലൊന്നും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ. പക്ഷേ ലോകത്തിന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. വെറുതെ കൊണ്ടുവന്നതെല്ലാം അപ്പോൾ തന്നെ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാധ്യമല്ല. ഇത് അല്ലാഹുവിൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ശരി, ഇനിയോ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ അടുത്ത് എത്തിയത്?
എങ്ങനെയാണ് ഖുർആൻ തബ്ലീഗ് എത്തിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്? രണ്ട് രീതിയിലാണ് നമ്മുടെ അടുത്തെത്തിയത്. ഒന്ന് മക്തൂബൻ അഥവാ മുദവ്വനൻ, എഴുതി വെച്ചിട്ടെത്തിയതാണ്. തോലിലും എല്ലിലും കല്ലിലും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ അന്ന് അവൈലബിൾ ആയ എന്തൊക്കെയുണ്ടോ അതുകളിലാണ് ഖുർആൻ എഴുതി വെച്ച് പോകുന്നത്. ഇന്നത് എഴുതി പോകുന്നുണ്ട്. ഇന്ന് ഉസ്മാൻ ത്വാഹ ഖുർആനിനെ എഴുതുന്നു, അതിന്റെ കോപ്പി പ്രിന്റുകൾ എടുക്കുന്നു, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്, എന്നിട്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ മുക്കുമൂലകളിലും എത്തുന്നു. അങ്ങനെ എഴുതിയിട്ട് എത്തുന്നു. രണ്ടാമത്തത് മന്തൂക്കൻ. മന്തൂക്കൻ എന്ന് പറഞ്ഞാൽ നക്ലു സൗത്തീന, അതായത് വോയിസ് ആണ്, ബൈ വോയിസ് ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, സഹാബത്ത് കേട്ടു, എന്നിട്ട് ആ സഹാബത്ത് അടുത്ത ആളുകൾക്ക് കേൾപ്പിച്ചു, അങ്ങനെ താബിഈകൾ കേട്ടു, താബികൾ കേട്ടു, അതിന്റെ അടുത്ത ആളുകൾ കേട്ടു, അങ്ങനെ 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 ഇമാമിയങ്ങൾ നമ്മളിലെത്തി. മക്തൂബൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒന്ന് രണ്ട് ആളുകളുണ്ട്, അടുത്ത സ്ലൈഡിൽ വരും. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കണ്ടോ, ഖാല സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു സാബിത്ത് കുത്താബുൽ വഹി, വഹി എഴുത്തുകാരിൽ പ്രധാനിയായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്, തൊബ്രാനി ഉദ്ധരിക്കുന്നുണ്ടത്. അവിടെ കുന്തു അക്തുബുൽ വഹ്യ ഇൻദ റസൂലില്ല, റസൂലിന്റെ അടുത്ത് ഞാൻ വഹി എഴുതി വെക്കും. റസൂൽ പറയും വഹുവ യുംലി അലയ്യ, എനിക്ക് പറഞ്ഞു തരും, ചൊല്ലിത്തരും, ഞാൻ എഴുതി വെക്കും. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞാൽ ഫഇദ ഫറഗ്തു, ഞാൻ എഴുതി കഴിഞ്ഞാൽ ഖാല, റസൂൽ പറയും ഇഖ്റ, നീ ഒന്ന് വായിക്കേ. ഫഅഖ്റഉഹു, ഞാനത് വായിച്ചു കൊടുക്കും അദ്ദേഹത്തിന്. ഫഇൻ കാന ഫീഹി സഖ്തുൻ അഖാമഹു, എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കി തരും. സുമ്മ അഖ്റുജു ബിഹി ഇലന്നാസ്, എന്നിട്ടാണ് ഞാൻ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ജനങ്ങളിലേക്ക് പുറപ്പെടുക. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, പാരായണം എന്നതാണ് അള്ളാഹുവിന്റെ വാക്കിന് ശബ്ദം നൽകുന്ന നമ്മൾ ചെയ്യുന്ന കാര്യം. പാരായണം ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ല, വായിക്കുമ്പോൾ തെറ്റാൻ പാടില്ല, അക്ഷരം തെറ്റാൻ പാടില്ല. എന്തെങ്കിലും സ്ഖലിതം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കും. അഖാമു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാട്ടോ. അപ്പൊ നമ്മൾ ഖുർആൻ പഠിച്ചിട്ടാണ് മറ്റൊരാൾക്ക് ഓതി കൊടുക്കേണ്ടത്. നമ്മൾക്ക് ഫാത്തിഹ ഓതാൻ അറിയാതെ മദ്രസയിൽ നമ്മൾ ഉസ്താദായി നിന്ന് ഓതി കൊടുക്കാൻ പാടില്ല. നമുക്ക് പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ മറ്റു വിഷയങ്ങൾ, അറബി പഠിപ്പിക്കാം, സന്മാർഗ പാഠങ്ങൾ പഠിപ്പിക്കാം, ബാലപാഠങ്ങൾ പഠിപ്പിക്കാം, ചരിത്രം പഠിപ്പിക്കാം. പക്ഷെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കാൻ ഞാൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനിക്കണം, ഓതാൻ അറിയില്ലെങ്കിൽ. അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റും, അറിയുന്ന ആളുകളെ കേൾപ്പിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ ഈ സ്ലൈഡ് കാണുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് മുസ്ലിങ്ങളായ ആളുകൾ പല രാജ്യങ്ങളിലും ആയപ്പോൾ, ഖുർആൻ പഠനം തുടങ്ങിയപ്പോൾ അവർക്ക് അറബി ഭാഷ അറിയാത്തത് കൊണ്ട് തന്നെ ഖുർആൻ വായിക്കാൻ, ആ രാജ്യങ്ങളിലേക്ക് ഖുർആനിക സന്ദേശം എത്തിക്കാൻ ഖുർആനിന്റെ പ്രതി ഓരോ കോപ്പി അയച്ചപ്പോ കൂടെ ഒരാളെ കൂടെ പറഞ്ഞയച്ചു. അതെന്തിനായിരുന്നു? ജനങ്ങൾക്ക് വായിച്ച് പാരായണം ചെയ്തു കൊടുക്കാൻ കഴിവുള്ള ഒരു ഖാരിഇനെയാണ് പറഞ്ഞയച്ചത് കൂടെ. അപ്പൊ നമ്മുടെ നാട്ടിൽ മദ്രസ ഉണ്ടാക്കിയാൽ, നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാക്കിയാൽ, ആ പള്ളിയിൽ ഇമാമത്ത് നിർത്തേണ്ടത് എന്തോ ഒരു വിധവും തജ്വീദ് അല്ലെങ്കിൽ ആശയബോധ്യം പോലും ഇല്ലാതെ വെറുതെ അക്ഷരത്തെറ്റ് പോലും ശ്രദ്ധിക്കാതെ ഓതിപ്പോകുന്ന ആളുകളെ ഇമാമ് നിർത്താൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഖുർആൻ തെറ്റിച്ചോതുന്ന ആളെന്തായാലും നിർത്താൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് വേറെ ചില സംശയം വരും. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഒരു പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇമാമിന് തെറ്റുന്നുണ്ട്, പലപ്പോഴും തെറ്റുന്നുണ്ട്, നിസ്കാരം പോയോ? അത് പോവില്ല, അത് വേറെ വിഷയം. അങ്ങനെയല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇമാമത്ത് ആർക്കും നിൽക്കാം, പക്ഷെ നിൽക്കേണ്ടത് ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്ന ആളാണ്. അതിൽ പാണ്ഡിത്യവും പാരായണവും ഭാഷാശുദ്ധിയും ഒക്കെ അതിൽ ഘടകങ്ങളാണ്.
അള്ളാഹു അങ്ങനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ, അറിയിച്ചു കൊടുക്കാൻ, പാരായണം ചെയ്തു കൊടുക്കാൻ, ആശയം പഠിപ്പിക്കാനൊക്കെ നമ്മൾ സന്നദ്ധരാകണം എന്നാണ് TTQ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇനി നോക്കൂ, നമുക്ക് വേഗം വേഗം അവസാനിപ്പിക്കാം. ശരി, ഇത് പോട്ടെ. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ ഓതി കൊടുത്തു. ജിബ്രീൽ റസൂലിനെ തിരിച്ചു കേൾപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് കേട്ടു, റസൂലിന്റെ വായിൽ നിന്ന്. അങ്ങനെ റസൂലുള്ളാന്റെ മുമ്പിൽ അവർ തിരിച്ചോതി കേൾപ്പിച്ചു. അങ്ങനെ റസൂൽ ഓക്കെ പറയുന്നത് വരെ അവർ പാരായണം ചെയ്തു. അതായത് പഠന സദസ്സ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സഹാബത്ത് റസൂലിൽ നിന്ന് പഠിച്ച് പിന്നെ അത് അതിനുശേഷമുള്ള ആളുകൾക്ക് അതേപോലെ എത്തിച്ചു. അങ്ങനെയാണ് നമ്മളിലും എത്തുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം തിരിച്ച് TTQ ക്ലാസ്സിൽ ഇങ്ങോട്ട് ഓതി തരണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം ജിബ്രീൽ റസൂലിനെ ഓതി കേൾപ്പിച്ചപ്പോൾ റസൂൽ അത് പഠിച്ചിട്ട് തിരിച്ചു ഓതി കൊടുത്തു. റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, സഹാബത്ത് തിരിച്ച് റസൂലിന് ഓതി കൊടുത്തു. സഹാബത്ത് താബീങ്ങൾക്ക്, അതായത് അതിനുശേഷം വരുന്ന ആളുകൾക്ക് കേൾപ്പിച്ചു, അവർ തിരിച്ച് സഹാബത്തിന് കേൾപ്പിച്ചു. അവ ഉസ്താദുമാരും കുട്ടികളും തമ്മിൽ എന്തായിരിക്കണം? ഉസ്താദ് ഓതുന്നത് കേട്ട് കുട്ടി ഒരേ ഓതിയാൽ മാത്രം പോരാ, തിരിച്ചു ഓതി കൊടുക്കണം. അപ്പൊ നമ്മുടെ TTQ ക്ലാസ്സിലും വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ നേരത്തെ സൂചിപ്പിച്ചു. നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ട്. ആ മെന്റേഴ്സിന് നിങ്ങൾ ഓതി കേൾപ്പിച്ച് കൊടുക്കണം. ക്ലാസ് എടുക്കുമ്പോൾ ഞാനായിരുന്നാലും, യാസർ ഉസ്താദ് ആയിരുന്നാലും, റഫീഖ് സാഹിബ് ആയിരുന്നാലും, അതേപോലെ ജാഫർ സാഹിബ് ആയിരുന്നാലും ശരി, ആര് ക്ലാസ് എടുക്കുമ്പോഴും ഈ ആയത്ത് ആരാണൊന്ന് പാരായണം ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ ആരും മൈക്ക് ഓണാക്കാൻ അറിയാത്തവരാവാൻ പാടില്ല. അവസരം ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണ് ഒരു ഖുർആൻ പഠിതാവ് എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട 6 വിഷയങ്ങൾ നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കണം. അതിലൊന്ന് തിലാവത്ത് എന്നതാണ്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ പാരായണം എന്ന് വേണേൽ പറയാം. അതായത് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണോ അങ്ങനെ പാരായണം ചെയ്യണം. രണ്ടാമത്തെ കാര്യം, തിലാവത്തിനെ കുറിച്ച് നമുക്ക് പിന്നെ വിശദീകരിക്കാം. നമ്മൾ തിലാവത്ത് ചെയ്യുന്ന ആയത്തുകളുടെ, സൂറത്തുകളുടെ ആശയത്തെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. എന്താണ് കണ്ടന്റ്, എന്താണ് ബൈ ഷോർട്ടായിട്ട് ഈ ആയത്തിൽ പറയുന്ന കാര്യം, ഈ ആയത്ത് വിശദമായി എന്തെല്ലാം പറയുന്നു എന്ന് അടുത്ത ചിന്ത വേണം. അഥവാ നമ്മൾ വായിക്കുകയും അർത്ഥമറിയുകയും ചെയ്തിട്ടുള്ള അർത്ഥബോധ്യത്തോടുകൂടെ നമ്മൾ വായിച്ച വചനത്തെക്കുറിച്ച് അടുത്ത ബാധ്യത നമുക്ക് എന്താണുള്ളത് എന്ന് നോക്കൂ. തിലാവത്തും ഫഹ്മുൽ മാനയും അഥവാ അർത്ഥം മനസ്സിലാക്കുക എന്നതും കഴിഞ്ഞാൽ ആ ആശയത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയാണ്, ബോധമാണ്, അല്ലെങ്കിൽ പഠനമാണ്. അത് ദിക്റു അൻഹു, അതിനെക്കുറിച്ച് ചിന്തിച്ച് തദബ്ബുർ, ദിക്ർ അൻഹു അല്ലെങ്കിൽ തദബ്ബുർ എന്നൊക്കെ പറയാം. ഞാൻ ദിക്ർ എന്ന് ഉപയോഗിച്ചേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ചുകൊണ്ടിരിക്കുക, നന്നായി പഠിക്കുക, ഗവേഷണം നടത്തി പഠിക്കുക, തദബ്ബുർ, റിസർച്ച്, ഡീപ്പായിട്ടുള്ള ചിന്ത അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കുക. അങ്ങനെ പഠിക്കണം നമ്മൾ കൂടെ. അതിനെക്കുറിച്ച് അല്ലാതെ വെറുതെ വായിച്ചാൽ മാത്രം പോരാ, എന്നിട്ടത് അമലാക്കി മാറ്റണം. അൽ അമലു ബിഹി, ആ പാരായണം ചെയ്ത അഥവാ അർത്ഥം ഫഹ്മുൽ മാനയോടുകൂടെ പാരായണം ചെയ്ത് നമ്മുടെ ചിന്തയിൽ തട്ടിക്കളിച്ച വചനങ്ങളെ ബോധ്യപ്പെടുകയും ശരി എങ്കിൽ ഞാൻ അത് അമലാക്കി മാറ്റണം എന്ന് തീരുമാനിച്ച് ആ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. ഇപ്പൊ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള ആയത്ത് പാരായണം ചെയ്യുമ്പോൾ അത് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് എന്ന് ആശയം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സമൂഹവുമായും നാടുമായും നമ്മളുമായും ബന്ധപ്പെട്ട് ചിന്തിക്കുകയും എന്നിട്ട് അത് കൃത്യമായി അപ്ലൈ ചെയ്യും. അപ്പോൾ ഹലാലും ഹറാമും പറയുന്ന ആയത്ത്, അത് ഹലാലായത് മാത്രം ഞാൻ സ്വീകരിക്കുന്നിടത്ത് ഞാൻ എത്തണം, ഹറാമായത് സമ്പാദിക്കാത്തയിടത്ത് ഞാൻ എത്തണം. അതാണ് അമലു ബിഹി എന്ന് പറയുന്നത്. പലിശ പാടില്ല എന്ന് മനസ്സിലാക്കിയെങ്കിൽ പലിശ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം. അതാണ് അമലു ബിഹി. അത് അപ്ലൈ ചെയ്യുക. അല്ലാതെ പലിശയെക്കുറിച്ച് പറയുന്ന ആയത്ത് നിയമാനുസൃതം പാരായണം ചെയ്തുകൊണ്ട് മാത്രം എന്ത് കാര്യം? നിയമാനുസൃതം പാരായണം ചെയ്യുന്നു, പക്ഷേ അതിന്റെ നിയമാനുസൃതം ജീവിതം നയിക്കുന്നില്ലെങ്കിൽ പാരായണത്തിന് ശിക്ഷയായിരിക്കും എന്നതാണ് പ്രധാനം. ശരി, പിന്നീട് കഴിയുന്നത്ര അതിൽ നിന്ന് മനഃപ്പാടമാക്കണം. എല്ലാവരും ഖുർആൻ മുഴുവനും മനഃപ്പാടാക്കണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് കഴിയുന്നത്ര മനഃപ്പാടമാക്കുക, അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുക. അൽ ഹിഫ്ദു മിൻഹു. എന്നിട്ട്
ഇത് ഈ പഠിച്ച പാഠമാക്കിയ ബോധ്യപ്പെട്ട നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഈ ഖുർആനിക ആശയങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അന്നശ്രുബി, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ അവസാനിപ്പിക്കാം. ഈ 6 കാര്യങ്ങൾ ഒരു ഖുർആൻ പഠിതാവിനോട് എന്നും ചേർന്ന് നിൽക്കേണ്ടതാണ് എന്ന് TTQ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും തജ്വീദ് ക്ലാസ്സുകളെ കുറിച്ച് പലരും പറയാറുണ്ട് തജ്വീദിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ടെന്ന്. നമ്മൾ TTQ ക്ലാസ് പറയുന്നത് തജ്വീദ് മാത്രമല്ല, തജ്വീദ് എന്ന് പറഞ്ഞാൽ നന്നാക്കുക എന്നാണ് അർത്ഥം വരാൻ പോകുന്നു. എന്തിനെ നന്നാക്കുക? ഖുർആൻ പാരായണത്തെ നന്നാക്കുക, അതിലൂടെ ജീവിതത്തെ നന്നാക്കുക. ഖുർആനിനെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ മാത്രം പാകപ്പെടുത്തുന്ന നന്നാക്കലാണ് നമ്മൾ ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, തിലാവത്ത് എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ പറയുന്ന 1-2 വാചകങ്ങൾ നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذين آتيناهم الكتاب يتلونه حق تلاوته أولئك يؤمنون به ومن يكفر به فأولئك هم الخاسرون. ചുരുക്കി പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട ആളുകളെ കുറിച്ച് പറയാം. അവർ അതിനെ മുറപ്രകാരം പാരായണം ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പാരായണം ചെയ്യുന്നു എന്ന് പറയാതെ മുറപ്രകാരം എന്ന് പറഞ്ഞതിനർത്ഥം അതിന് ഒരു പ്രത്യേകമായ മുറയുണ്ട്, രീതിശാസ്ത്രമുണ്ട്. അള്ളാഹുവിന്റെ കലാമാണെന്ന് ആദ്യ സ്ലൈഡിലെ വാചകം ഓർക്കണം. അള്ളാഹുവിന്റെ കലാമ് നമ്മുടെ വർത്തമാനം പോലെ അലക്ഷ്യമായി മൊഴിയാവുന്ന ഒന്നല്ല. അത് ആശയബോധ്യത്തോടുകൂടെ പറയുന്നതിൽ അപ്പുറം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആശയത്തിന് വ്യതിയാനം വരും വിധത്തിൽ അക്ഷരം തെറ്റിച്ചുച്ചരിക്കുവാൻ പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് നമുക്ക് താഴെ 1-2 ഹദീസുകളിൽ കാണാൻ പറ്റും. നമ്മൾ തജ്വീദ് എന്ന് പറയുമ്പോൾ എന്താണ് തജ്വീദ്? തജ്വീദ് എന്ന് പറഞ്ഞാൽ തജ്വീദുൽ ഹുറൂഫ് വ മഅരിഫത്തുൽ വുഖൂഫ്. അതിന്റെ 2 അറ്റങ്ങളാണ്, പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളാണ്. അക്ഷരങ്ങൾ നന്നാക്കുക. തജ്വീദ് എന്ന പദത്തിന്റെ അർത്ഥം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, ശരിക്കും ഓർത്തു വെച്ചോ. തജ്വീദ് എന്ന പദത്തിന്റെ അർത്ഥം നന്നാക്കുക എന്നാണ്. തഹ്സീൻ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. തഹ്സീൻ, ഖുർആൻ പാരായണത്തെ ഏറ്റവും മികച്ചതാക്കുക. തജ്വീദ് എന്ന പദത്തിന്റെ അർത്ഥം മികച്ചതാക്കുക, നന്നാക്കുക, ബെറ്റർമെന്റ് എന്നാണ്. മഅരിഫത്തുൽ വുഖൂഫ്, എവിടെയൊക്കെ വഖഫ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള, എങ്ങനെയൊക്കെ വഖഫ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള, വഖഫ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ധാരണ ഉണ്ടാക്കലും തജ്വീദിന്റെ ഭാഗമാണ്. ഇതിനിടക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. തജ്വീദ് എന്താണ് എന്ന് നമുക്ക് വിശദീകരിച്ചു പറയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് 73-ാം അധ്യായം സൂറത്ത് മുസമ്മിലിലെ 4-ാമത്തെ വചനത്തിൽ. രാത്രി നമസ്കാരം എത്ര ദൈർഘ്യമാക്കിയാലും ചുരുക്കിയാലും പാരായണം ഏറ്റവും സാവകാശക്രമത്തിലായിരിക്കണം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, 4 ആളുടെ മുമ്പിലോ 40 ആളുടെ അല്ലെങ്കിൽ എത്രയാളുടെ മുമ്പിലോ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പ്രഭാഷണത്തിലും ഖുതുബയിലും സംസാരിക്കുമ്പോൾ ആയത്തുകൾ ഓതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിച്ചു എന്നർത്ഥം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. വറത്തിലിൽ ഖുർആന തർതീലാ, ഒരു സാവകാശക്രമം ഖുർആൻ പാരായണത്തിനുണ്ട്. അല്ലാഹു അക്ബർ, അത് ജീവിതത്തിൽ പാലിക്കണം എന്നർത്ഥം. പിന്നെയും പറഞ്ഞു കേട്ടോ, പ്രവാചകൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. സയ്യിനു, നിങ്ങൾ മാറ്റുകൂട്ടണം അൽ ഖുർആന, ഖുർആനിനെ ബി അസ്വാത്തിക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട്. നിങ്ങൾ ഏറ്റവും നല്ല ശബ്ദത്തിൽ ഖുർആനിനെ പാരായണം ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പറയും എനിക്ക് എൻ്റെ ശബ്ദം വലിയ ശബ്ദമാണ്, എന്താ പറയാ, നമ്മൾ പിന്നെ പരപര വലിയ സൗണ്ടാണ് എൻ്റെത്, അതുകൊണ്ട് എൻ്റെ രസം ഉണ്ടാവില്ല. അതൊക്കെ തെറ്റായ ധാരണയാണ്. ഏറ്റവും വലിയ ശബ്ദത്തിനുടമകളുടെ അനൗൺസ്മെന്റുകൾ കേട്ടിട്ടുണ്ടാവും. എത്ര ഹൃദ്യമായിരിക്കും, ആസ്വാദ്യകരമായിരിക്കും. ശബ്ദം എന്നത്, ആ പറഞ്ഞ ശബ്ദത്തിന്റെ മാധുര്യം എന്നത് പിന്നെ കുറെയൊക്കെ ഇൻബോൺ ആയിട്ടുള്ളത് കാര്യമാണ്, ജന്മന ഉള്ളതാണ്, ഇൻബിൽട്ട് ആണ്.
എന്നിരുന്നാലും നമുക്ക് നമ്മുടെ നിയമങ്ങളെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ശബ്ദത്തിന് തന്നെ പ്രത്യേകമായി മാറ്റുണ്ടാവും. നമ്മൾ സംസാരിക്കുന്ന ശബ്ദത്തിലല്ലല്ലോ എന്തായാലും പാട്ട് പാടുക. ഉറക്കെ വിളിക്കുമ്പോൾ വേറെ ശബ്ദം, മെല്ലെ സംസാരിക്കുമ്പോൾ വേറെ ശബ്ദം, അല്ലേ? കുഞ്ഞു വാവകളോട് സംസാരിക്കുമ്പോൾ വേറെ ശബ്ദം. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ ഒന്നും കൂടെ മോൾഡ് ചെയ്യുക, ഒന്നും കൂടെ റെഡിയാക്കി എടുത്തിട്ട് പാരായണം ചെയ്യാന്ന് അർത്ഥം. അതിനു വേണ്ടി തയ്യാറാവുക എന്നാണ് ചുരുക്കം പറഞ്ഞതിന്റെ മറ്റൊരു തലം. യെസ്, സൂറത്തുൽ ഫലക്കാണ് ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ളത്. നമ്മള് നമ്മുടെ പഠനത്തിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അത് തഹജ്ജി മെത്തേഡ് എന്നാണ് പറയാം. ആയത്ത് അടുത്ത സ്ലൈഡിലേക്ക് പോയിക്കോളൂ, നമുക്ക് എവിടെയെങ്കിലും പറയാം. നമ്മൾ തഹജ്ജി മെത്തേഡ് എന്നാണ് പറയാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. നമ്മൾ നേരത്തെ തജ്വീദുൽ ഹുറൂഫ്, മാരിഫത്തുൽ വുഖൂഫ് എന്ന് പറഞ്ഞു. അതിനിടയിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഖാരിജ് അൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥാനങ്ങൾ പഠിക്കണം. പിന്നെ ലെറ്റേഴ്സിന്റെ ടൈപ്സ് ശ്രദ്ധിക്കണം, അതിന്റെ സിഫത്തുകൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട 2 സിഫത്തുകളാണ് മുഫഹമ, മുറഖഖ അല്ലെങ്കിൽ ഇസ്തിഫാല് അഥവാ ലൈറ്റ് ആൻഡ് ഹെവി ലെറ്റേഴ്സ് ഏതാണ് എന്ന് പഠിക്കണം. പിന്നെ അക്ഷരങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഫേസുകളെ കുറിച്ച്, ഹാലുകളെ കുറിച്ച് പറയണം. നമ്മള് ഫേസ് എന്ന് പറയുമ്പോൾ ഹാലുകൾ എന്ന് അറബി പറയും. ഫത്ഹ, കസ്ര, ദമ്മ എന്നിങ്ങനെ 3 ഹാലുകളാണ് നമുക്ക് പരിചയമുള്ളത്. പിന്നെ സുക്കൂന് എന്ന് പറയും. അങ്ങനെ 20 ഹാലുകളുണ്ട്. അതേതാണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വഴിയെ അടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാൻ പറ്റും. പിന്നെ അലിഫ് മദ്, യാ മദ്, വാവ് മദ്, അതായത് ലെങ്ത് ആൻഡ് ലെറ്റേഴ്സ് ആയ അലിഫ്, യാ, വാവ് എന്നിവയെ കുറിച്ചും അത് എത്രയാണ് ദൈർഘ്യം നൽകേണ്ടത്, എപ്പോഴെങ്കിലും വ്യത്യാസമുണ്ടോ, അധിക ദൈർഘ്യം കൊടുക്കേണ്ടതുണ്ടോ എന്നതിനെ കുറിച്ചും പഠിക്കണം. പിന്നീട് നമ്മൾ അവിടുന്ന് പോന്നിട്ട് അഹ്കാമു നൂനി സാക്കിന വ തൻവീൻ, നൂനു സാക്കിനയുടെയും തൻവീനിന്റെയും ഹുക്മുകൾ, വിധികൾ, അത് വന്നാലുണ്ടാകുന്ന പുതിയ താളരസങ്ങളെ പഠിക്കണം, അപ്ലൈ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നീട് കൽക്കലയുടെ അക്ഷരങ്ങൾ എന്ന ജദ്ദ കുത്തുബുൻ എന്നീ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കണം. അതിന്റെ വിഭാഗങ്ങളൊക്കെ സാവകാശം പഠിച്ചു പോകണം. ആ അക്ഷരങ്ങൾ എന്തു ചെയ്യണം. പിന്നീട് സുക്കൂനുള്ള ലാമിലെ ലാമു ഷംസിയ, ലാമുൽ ഖമരിയ എന്ന് 2 വ്യത്യസ്തമായ ലാമുകളെ, ലാമു താരീഫിനെ പരിചയപ്പെടണം. പിന്നീട് നമ്മുടെ DTQ ക്ലാസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗുന്ന എന്ന വിഷയം. 2 അക്ഷരങ്ങൾ കാണാം, മീമും നൂനും, ശബ്ദ വന്നാൽ എത്ര, എങ്ങനെ, എന്തിനു മടിക്കണം. പിന്നീട് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഖുർആനിൽ പല അധ്യായങ്ങളിലും ഇങ്ങനെ ചില അക്ഷരങ്ങൾ മാത്രം വെച്ച് തുടങ്ങുന്നത് കാണാം. ഹുറൂഫുൽ മുഖത്തഅ, കേവല അക്ഷരങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അവയെക്കുറിച്ചും അവയിലെ ദീർഘങ്ങളെ കുറിച്ചും കൃത്യമായ ധാരണ, അവബോധം നമുക്ക് നേടാൻ കഴിയും TTQ ക്ലാസ്സിൽ. അതോടൊപ്പം തന്നെ വഖഫുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ അടയാളങ്ങളൊക്കെ കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ വഖഫ് ചെയ്യേണ്ടത്, അടയാളങ്ങൾ ഒന്നും ഇല്ലാത്തടത്ത് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടയാളം ഉള്ളിടത്ത് ചെയ്യാതിരുന്ന പ്രശ്നമുണ്ടോ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ TTQ ക്ലാസ്സിലൂടെ 10-40ഓളം ക്ലാസ്സുകൾക്കിടയിൽ കഴിയും. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم. നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ വായിച്ച് പോയിക്കോളൂ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സൂറത്ത് ഫാത്തിഹ നിങ്ങൾക്ക് പാരായണം ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ 9:45 പറഞ്ഞത്
9:50 നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് നിങ്ങളെ പാരായണം ചെയ്യിക്കുന്നില്ല. നമുക്ക് TTQവിന്റെ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. തഹജ്ജി മെത്തേഡ് എന്നാണ്. ഞാൻ ഈ അവസാന ഭാഗം ഒന്ന് തഹജ്ജി ചെയ്യാം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തഹജ്ജി ചെയ്യാം. ഒന്ന് നോക്കുക. തഹജ്ജി എന്ന പദം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. തഹജ്ജി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിനെ തഹജ്ജി ചെയ്യാന്ന് പറഞ്ഞാൽ അൽഹംദുലിൽ ആദ്യം ആ അലിഫിന്റെ മുകളിലെ അടയാളവും എന്താണ് എന്ന് ആദ്യം ഒന്ന് വിശദീകരിക്കും. എന്നിട്ട് ലാമിനെ കുറിച്ച് പറയും. എന്നിട്ട് രണ്ടും കൂടെ വായിക്കും. പിന്നെ ഹാനെ കുറിച്ചും അതിന്റെ ഫേസിനെ കുറിച്ചും പറയും, ഹാല്. എന്നിട്ട് അൽഹ എന്ന് വായിക്കും. പിന്നെ മീമിനെ കുറിച്ച് വായിക്കും. സുക്കൂണുള്ള മീമിന് ശേഷം ദാല് വന്നാൽ മീം എന്ത് ചെയ്യണം എന്ന് പറയും. എന്നിട്ട് അൽഹംദു എന്ന് പറയും. പിന്നെ ഇസ്മുൽ ജലാല എന്ന് അള്ളാഹു എന്ന പദത്തെ കുറിച്ച് പറയും. ഇങ്ങനെ വായനക്കാണ് ഇപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മെല്ലെ ഓരോന്നോരോന്ന് എടുത്തു വെച്ച് പെറുക്കി എടുത്ത് വായിക്കുന്നതിനാണ് തഹജ്ജി എന്ന് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാത്രം തഹജ്ജി ചെയ്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങളെയൊക്കെ പരിചയപ്പെടണം എന്നുണ്ട്. ഞങ്ങൾ 4 പേരും ക്ലാസ്സുകളിൽ വരും. മാറിയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പൊ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ചെടുക്കുക. ഗ്രൂപ്പിൽ സജീവമായ സാന്നിധ്യം ഉണ്ടാവുക. TTQ എന്ന പദത്തിന്റെ ഫുൾ ഫോം നിങ്ങൾ എഴുതിയതിൽ നിന്ന് കണ്ട് പഠിച്ചു വെക്കുക. തജ്വീദുൽ ഖുർആനാണ്. തജ്വീദുൽ ഖുർആൻ പാരായണത്തിന് നന്നാക്കുന്നതിന്റെ ട്രെയിനിങ് ആണ് തജ്വീദുൽ ഖുർആൻ TTQ എന്നത്. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ഖമരിയ മുൽഹർ അൽ ഹ ഫത്ഹ ഹ അൽ ഹ മീം സാകിന മുൽഹറ ഹം അൽഹം ദാൽ ضمദു അൽഹംദു ലാം കസ്റ ലി ഇസ്മുൽ ജലാലത്തില്ലാഹി ലില്ലാഹി അൽഹംദുലില്ലാഹി റാ ഫത്ഹ മുഫഖമ റാ ബാ ശദ്ദ കസ്റ റബ്ബി അൽഹംദുലില്ലാഹി റബ്ബി ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ഖമരിയ മുൽഹറ അൽ ഐൻ ഫത്ഹ അലിഫ് മത്തബി ഹറകതൻ ആ അൽ ആ ലാം ഫത്ഹ ല അൽ ആല ميم كسرة ياء مد عارض للسكون جائز 2 أو 4 أو 6 حركات نون ساكنة عند الوقف العالمين الحمد لله رب العالمين. ഇതാണ് തഹജ്ജി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസം ഇൻഷാ അല്ലാഹ് കാണാം. എല്ലാവരും ഖുർആൻ പഠനം സജീവമാകണം. ഖുർആനുമായി അടുക്കുമ്പോൾ ചിലപ്പോൾ കഴിയില്ല എന്ന് തോന്നിയേക്കാം. പിടിച്ചു നിൽക്കണം. അങ്ങനെ പിടിച്ചു നിൽക്കുന്നവർ ആരാണോ അവർ ഖുർആനിന്റെ അജായിബുകളും അസ്റാറുകളും കണ്ടെത്താൻ കഴിയുന്നവരായിരിക്കും. അജായിബ് മീൻസ് അത്ഭുത ലോകം, അസ്റാർ മീൻസ് അതിന്റെ രഹസ്യ ലോകം. ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നവരാകണമെങ്കിൽ എത്രയും റിസ്ക് എടുത്തിട്ട് പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീണ്ടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ യാസിർ സാർ സംസാരിച്ചോളൂ. ആശംസകൾ ഉണ്ടെങ്കിൽ 1-2 ആൾക്കാർ ആശംസിച്ചോളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.